3D ഹോം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു 3D വിഷ്വലൈസറോ 3D മാക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ്. അതിനാൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ ഇവിടെ മിററിൻ്റെ ഭാഗത്തായിട്ട് ഒരു വൈറ്റ് ഷെയ്ഡ് കാണാവുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ ടിപ്സിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മിററിലെ ആ വൈറ്റ് ഷെയ്ഡ് കാണാതെ എങ്ങനെ റെൻഡർ ചെയ്യാമെന്നതാണ്. ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന 3D ഇമേജിൻ്റെ ഫയലാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ആ ഫയലിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ സ്ക്രീനിൽ ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ മിററിൻ്റെ മുൻവശത്തായി കൊടുത്തിരിക്കുന്ന പ്ലെയിൻ ലൈറ്റിൻ്റെ സെറ്റിങ്സ് ഒന്ന് നോക്കാം. ആ സെറ്റിങ്സ് കാരണമാണോ അവിടെ വൈറ്റ് സൈഡ് മിററിൽ കാണുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ പ്ലെയിൻ ലൈറ്റ് സെലക്ട് ചെയ്ത് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ അതിൻ്റെ സെറ്റിങ്സ് കാണാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് ആ സെറ്റിങ്സിൻ്റെ താഴത്തായിട്ട് ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ കാസ്റ്റ് ഷാഡോ, ഡബിൾ സൈഡ്, ഇൻവിസിബിൾ, എഫക്റ്റ് ഡിഫ്യൂസ്, എഫക്റ്റ് സ്പെക്കുലാർ. ആ എഫക്റ്റ് സ്പെക്കുലാർ ടിക്കാണോ എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ടിക്ക് ചെയ്തതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ടിക്ക് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് മറ്റ് രണ്ട് പ്ലെയിൻ ലൈറ്റിൻ്റെ സെറ്റിങ്സും കൂടി ഞാൻ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് എഫക്റ്റ് സ്പെക്കുലാർ ടിക്ക് ചെയ്തതായിട്ട്. അപ്പോൾ ഈ രണ്ട് പ്ലെയിൻ ലൈറ്റിൻ്റെയും ഈ ടിക്ക് എഫക്റ്റ് സ്പെക്കുലാർ എന്ന ഓപ്ഷൻ ടിക്ക് ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം. A few moments later. അങ്ങനെ നമ്മൾ റെൻഡറിങ് കഴിഞ്ഞിരിക്കുന്നു. സ്ക്രീനിൽ ശ്രദ്ധിച്ച മനസ്സിലാകും മിററിൻ്റെ ഭാഗത്ത് മുമ്പ് കണ്ടിരുന്ന വൈറ്റ് ഷെയ്ഡ് അവിടെ കാണാൻ സാധിക്കുന്നില്ല. അതിനാൽ നമുക്കൊന്ന് ഉറപ്പിക്കാം, പ്ലെയിൻ ലൈറ്റിൽ മുമ്പ് വരുത്തിയിരിക്കുന്ന ആ ഒരൊറ്റ മാറ്റമാണ് ഇതിന് കാരണം. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്ലെയിൻ ലൈറ്റിലെ സെറ്റിങ്സിലെ ഓപ്ഷനിൽ എഫക്റ്റ് സ്പെക്കുലാർ എന്ന ഭാഗത്ത് ഉള്ള ടിക്ക് ഒഴിവാക്കിയത് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു റെൻഡർ വ്യൂ കിട്ടിയത്. അതിനാൽ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ടിപ്സുമായി വരുന്നത് വരെ ബൈ ബൈ.